കൂട്ടുകാരെ, ഈ വീഡിയോൻ്റെ തുടക്കം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, അപ്പോൾ നിങ്ങളത് അവസാനം വരെ കാണണം കേട്ടോ. കാരണം വളരെ ഉപകാരപ്രദമായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയാനായിട്ട്, വോയിസ് മോഡുലേഷൻ ഒത്തിരി വന്നിട്ടുണ്ട്. ഞാനിത് 2 ദിവസം കൊണ്ടാണ് ഈ ക്ലാസ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് വോയിസിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരെ അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ പോരാത്തതിന് എനിക്ക് ഒരു ചെറിയ മോനാണ്, അപ്പോൾ മോൻ്റെ കരച്ചിലും കൂടി ഇതിനകത്ത് കേൾക്കാനായിട്ട് പറ്റും. ഞാൻ ഇത് പറയാൻ കാരണം, കുറേ പേര് എന്നോട് പറഞ്ഞു സൗണ്ട് വളരെ മോശമാണ്, വോയിസ് എപ്പോഴും ചേഞ്ചായി വരാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ തുടക്കം തന്നെ നിങ്ങളോട് പെർമിഷൻ ചോദിക്കുന്നത്. കാരണം വീഡിയോ കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ അതുകൊണ്ട് പല സ്ഥലത്തും വോയിസ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൊന്ന് ക്ഷമിക്കണം കേട്ടോ. നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഞാനിതൊരു 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്പറിലാണ് തുടങ്ങുന്നത്. ഇതിന് മുമ്പ് ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ ഇതേവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ മുതലാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. 11th one, the national agency constituted for determining a maintenance standards of teachers education in India is options A, NCTE, B, NCERT, C, CBSE, D, CIET. ആൻസർ എ, NCTE. NCTEയുടെ ഫുൾ ഫോമാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. 12th question, team teaching has the potential to develop options A, competitive spirit among teachers, B, cooperation among teachers, C, the habit of supplementing the teaching of each other, D, highlighting the gap in each other's teaching. Answer C, the habit of supplementing the teaching of each others. 13th question, according to you, the most appropriate meaning of learning is options A, acquisition of skills, B, personal adaptation, C, acquiring knowledge, D, progressive behavior adaptation. Answer D, progressive behavior adaptation. 14th one, which of the following is the highest level of learning as per David Kohlberg theory of learning? Options A, concrete experiments, B, reflective observation, C, abstract conceptualization, D, active experimentation. Answer D, active experimentation. 15th one, the most common cause of nervous instability among teachers would be options A, cognitive disorder, B, quarrelsome behavior, C, worry, D, fatigue. Answer C, worry. 16th one, psychology is a science of dash. Options A, education, B, abnormal behavior, C, behavior, D, education. Answer C, behavior. 17th one, Kurt Lewin. Options A, developed a theory which stimulated a great deal of research. B, felt that real world problems were the only ones worth studying. C, published a large number of studies in social psychology. D, was a notoriously bad trainer of graduate students. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കർട്ട് ലെവിൻ്റെ ഫീൽഡ് തിയറി ഒന്ന് പഠിച്ചിരിക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ് കർട്ട് ലെവിൻ്റെ ഫീൽഡ് തിയറിയും അതിൽ വരുന്നതാണ് ലൈഫ് സ്പേസും. അപ്പോൾ അതെന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. Kurt Lewin's field theory, learning has only slight variation from the Gestalt theory. He had mastery of mathematics and physics. He borrowed the key concept topology and vector from the geometry and physics respectively.
ലെവിൻസ് ഫീൽഡ് തിയറി ഈസ് ഓൾസോ കോൾഡ് ടോപ്പോളജിക്കൽ ആൻഡ് വെക്റ്റർ തിയറി. അപ്പോൾ ഇതെന്ന് പറയുന്നത് കർട്ട് ലെവിൻ്റെ ഫീൽഡ് തിയറി ഗസ്റ്റാൾസ് തിയറിയിൽ നിന്നും അല്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ പറയാണ് അദ്ദേഹം ഫിസിക്സിലും മാത്തമാറ്റിക്സും ആണ്, അല്ലെങ്കിൽ ഫിസിക്സും മാത്തമാറ്റിക്സും ആണ് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ്. അതുപോലെ തന്നെ അദ്ദേഹം 2 കൺസെപ്റ്റ് കടമെടുത്തിട്ടുണ്ട്. ഏതൊക്കെ വേർഡുകളാണ്? ടോപ്പോളജിയും വെക്റ്ററും. അതുകൊണ്ട് തന്നെ ലെവിൻസിൻ്റെ ഫീൽഡ് തിയറീനെ ടോപ്പോളജിക്കൽ ആൻഡ് വെക്റ്റർ തിയറി എന്നും പറയാം. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ലെവിൻസിൻ്റെ ഫീൽഡ് തിയറീനെ പറയുന്ന മറ്റൊരു പേര് എന്താണെന്ന്. ഏതാണ് മറ്റൊരു പേര്? ടോപ്പോളജിക്കൽ ആൻഡ് വെക്റ്റർ തിയറി. ഫീൽഡ് തിയറിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് B = F(P)E. അതാണ് ഇക്വേഷൻ. അവിടെ B എന്ന് പറയുന്നത് ബിഹേവിയർ ആണ്, F എന്ന് പറയുന്നത് ഫങ്ഷൻ, P പേഴ്സൺ ഓർ ഇൻഡിവിജ്വൽ, E ദ ടോട്ടൽ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻ. ഇതാണ് എന്തെന്ന് പറയുന്നത് ഫീൽഡ് തിയറിയിലെ അല്ലെങ്കിൽ കർട്ട് ലെവിൻ്റെ ഫീൽഡ് തിയറി ഇക്വേഷൻ എന്ന് പറയുന്നത്. ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ദിസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ ഇൻറ്ററാക്റ്റിംഗ് പേഴ്സൺ ഇൻ ദ ടോട്ടൽ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻ. അതിനെയാണ് ഈ ചുരുക്കി ഒരു ഇക്വേഷനിൽ എത്തിച്ചേക്കുന്നത്. B = F(P)(E) അല്ലെങ്കിൽ F(P)E. അതായത് ഒരു വ്യക്തിയുടെ പെരുമാറ്റം എന്നത് ആ വ്യക്തിയുടെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കുമെന്നാണ് കർട്ട് ലെവിൻ പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻ പറയാം. അതായത് B = F(P)E. അതായത് ഒരു വ്യക്തിയുടെയും ആ വ്യക്തിയുടെ ചുറ്റുപാടുകളുടെയും പ്രോഡക്റ്റാണ് എന്തെന്ന് പറയുന്നത് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലൈഫ് സ്പേസ്. ലൈഫ് സ്പേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് സ്പേസ് ഓഫ് എ പേഴ്സൺ ഇൻക്ലൂഡ്സ് ദ പേഴ്സൺ ആൻഡ് ഹിസ് സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ്. ലൈഫ് സ്പേസ് എന്ന് വെച്ചാൽ എന്താണ്? ലൈഫ് സ്പേസിൽ ആരൊക്കെ വരും? ആ വ്യക്തിയും ആ വ്യക്തിയുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള അന്തരീക്ഷം, അതായത് സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി പറയാണ് എ പേഴ്സൺ ഈസ് എ പർപ്പസീവ്ലി ബിഹേവിങ് സെൽഫ്. A life space is surrounded by a non-psychological boundary called foreign hull. അപ്പോൾ ഇവിടെ ഒരു പടം ഉണ്ട് കേട്ടോ. ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ചിത്രത്തിൻ്റെ അകത്താണ് P എന്നെഴുതിയിരിക്കുന്നത്. P എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റം ആണ് P. ഇനി അതിന് തൊട്ട് അടുത്തുള്ള കോളത്തിലാണ് വരുന്നത് മോട്ടോ പെർസെപ്ഷണൽ സ്ട്രാറ്റം. ദെൻ അടുത്തത് സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ്. ദ ലാസ്റ്റ് വൺ ഈസ് ദ ഫോറിൻ ഹൾ. അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? ലൈഫ് സ്പേസ് ഈസ് സറൗണ്ടഡ് ബൈ എ നോൺ സൈക്കോളജിക്കൽ ബൗണ്ടറി കോൾഡ് ഫോറിൻ ഹൾ. എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിയുടെ മനഃശാസ്ത്രപരമല്ലാത്ത അതിർത്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വിദേശ ഹൾ അല്ലെങ്കിൽ ഫോറിൻ ഹൾ എന്ന് പറയുന്നത്. എ ഫോറിൻ ഹൾ കൺസിസ്റ്റ് ഓഫ് ദ ആസ്പെക്ട്സ് ഓഫ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ഓഫ് എ പേഴ്സൺ അണ്ടർ സ്റ്റഡി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോൺ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒബ്സർവ്ഡ് ഓൺലി ബൈ ആൻ ഔട്ട്സൈഡർ. അതായത് പഠനത്തിന് കീഴിലുള്ള, അപ്പം നമ്മളൊരു വ്യക്തിയെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ അന്തരീക്ഷത്തിൻ്റെ വശങ്ങൾ എന്തിൽ ഉൾക്കൊള്ളുന്നു? ഒരു ഫോറിൻ ഹള്ളിൽ ഉൾക്കൊള്ളുന്നു. ഒരു ഭാഗ്യ വ്യക്തിക്ക് മാത്രം നിരീക്ഷിക്കാവുന്ന മനഃശാസ്ത്രപരമല്ലാത്ത കാര്യങ്ങളാണ് ഏതിൽ അടങ്ങിയിരിക്കുന്നത്? ഈ ഫോറിൻ ഹള്ളിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? ദ ടേം സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ് ഇംപ്ലൈസ് ദ മെൻ്റൽ വേൾഡ് ഇൻ വിച്ച് എ പേഴ്സൺ ലീവ്സ് ദാറ്റ് എ ഡിഫൈൻഡ് മൊമെൻറ്റ് ഓഫ് ഹിസ് ലൈഫ്. A person may be physically in his bedroom, but psychologically he may be elsewhere. With things or people he may be mentally engaged in. Each one of us has a psychological environment, and for purpose of analysis and prediction of behavior, knowledge of this psychological environment is essential. ഇവിടെ എന്താ പറയുന്നത്? സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു വ്യക്തിയുടെ
എന്ത് കാര്യമാണ് വന്നത്? മെൻ്റൽ വേൾഡാണ്. മെൻ്റലായിട്ട്, അതായത് മാനസികമായിട്ട് എന്താണ് ചിന്തിക്കുന്നത്, മാനസിക ലോകത്തെക്കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൈക്കോളജിക്കൽ എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി എന്താ പറയുക, ഒരു വ്യക്തി ബെഡ്റൂമിലാണ്. നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, നമ്മൾ ബെഡ്റൂമിലാണ് ഇരിക്കുന്നത്, പക്ഷേ നമ്മുടെ മനസ്സ് എവിടെയായിരിക്കും? പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കായിരിക്കും. അതാണ് അവിടെ എന്തെന്ന് പറയുന്നത്? സൈക്കോളജിക്കൽ എൻവയോൺമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു വ്യക്തിയുടെ ബിഹേവിയർ മനസ്സിലാക്കണമെങ്കിൽ എന്തും കൂടി അറിഞ്ഞിരിക്കണം? അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റും കൂടി മനസ്സിലാക്കിയാൽ മാത്രമാണ് ആ വ്യക്തിയുടെ സ്വഭാവം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യമാണ് എന്തിൽ വരുന്നത്? ലൈഫ് സ്പേസിൽ വരുന്നത്. ലെവിൻസിൻ്റെ ഫീൽഡ് തിയറിയിലുള്ള, അതായത് ഫീൽഡ് തിയറിയിലാണ് ലൈഫ് സ്പേസ് വരുന്നത്. ആ ഒരു കാര്യം മൊത്തത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഈ ഒരു ചിത്രം. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഒന്ന് പറയാം. നമ്മൾ എന്താണ് പറഞ്ഞത്? ഫീൽഡ് തിയറിയാണ് പഠിച്ചത്. ആരാണ് ഫീൽഡ് തിയറിയുടെ ഉപജ്ഞാതാവ്? കർട്ട് ലെവിനാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഫീൽഡ് തിയറിന് നമുക്ക് എന്തെന്നും കൂടി പറയാം? ടോപ്പോളജിക്കൽ ആൻഡ് വെക്റ്റർ തിയറി എന്ന് പറയാം. ഇനി അതിനകത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് B=F(P)E. ബി എന്താണ്? ബിഹേവിയർ. എഫ് ഈസ് ദ ഫങ്ഷൻ. P is the person or individual. E is the total environmental situation. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? ലൈഫ് സ്പേസ് എന്താണ്? ലൈഫ് സ്പേസിൽ പഠിച്ച വേർഡുകളാണ് ഏതൊക്കെയാണ്? ഫോറിൻ ഹൾ എന്താണെന്ന് പഠിച്ചു. ഫോറിൻ ഹൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്. ഇനി വേറെ പഠിച്ചത് എന്താണ്? സൈക്കോളജിക്കൽ എൻവയോൺമെൻ്റ് എന്നാണ് പഠിച്ചത്. ആ സൈക്കോളജിക്കൽ എൻവയോൺമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരാളുടെ മാനസികമായിട്ടുള്ള അന്തരീക്ഷത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈക്കോളജിക്കൽ എൻവയോൺമെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്തും കൂടി അറിഞ്ഞിരിക്കണം? സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് നോക്കി വയ്ക്കാം. അതായത് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? In field theory, an individual learns through differentiating, generalizing, and restructuring his person and his psychological environment in such a way that he is helped to acquire new or changed insights, understanding, or meanings concerning them, and thereby achieves changes in motivation, group belongingness, time perspective, and ideology. In this way, he gains greater control of himself and the world. Thus, learning is a process of one's either gaining or changing his insights, outlook, expectations, or thought patterns. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫീൽഡ് തിയറിയിൽ പറയുന്നത് എന്താണ്? ഒരു വ്യക്തി തൻ്റെ വ്യക്തിത്വത്തെയും മനഃശാസ്ത്രപരമായ അന്തരീക്ഷത്തെയും വേർതിരിക്കുന്നതിലൂടെ എന്ത് പറ്റുന്നുണ്ട്? അയാൾക്ക് സാമാന്യവൽക്കരിക്കാനും പുനഃസംഘടിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ ലൈഫ് സ്പേസ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ഉൾക്കാഴ്ചകളും കാഴ്ചപ്പാടുകളും പ്രതീക്ഷകൾ അല്ലെങ്കിൽ ചിന്താരീതികൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ മാറ്റം വരുത്തുവാനോ ഈ ലൈഫ് സ്പേസ് സഹായിക്കുമെന്നാണ് പറഞ്ഞത്. ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത പോയിൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ടീച്ചർ ഷുഡ് നോ ദ ലൈഫ് സ്പേസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഒപ്റ്റിമം കമ്മ്യൂണിക്കേഷൻ. ഒരു ടീച്ചർ എന്തറിഞ്ഞിരിക്കണം? എല്ലാ കുട്ടികളുടെയും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ എന്തറിഞ്ഞിരിക്കണം? ലൈഫ് സ്പേസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പോയിന്റ് എന്താണ്? മോട്ടിവേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഓഫ് എ സ്റ്റുഡൻറ്റ്. എ ടീച്ചർ ഷുഡ് ഓർഗനൈസ് ഹിസ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ലെവൽ ഓഫ് എക്സ്പ്ലോറട്ടറി റാദർ ദാൻ എക്സ്പ്ലനേറ്ററി അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ടീച്ചറിനോട് ആ കുട്ടിക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക്
തുറന്ന് പറയാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാവണം. ടീച്ചറും സ്റ്റുഡൻസും തമ്മിൽ ഒരു റാപ്പോർട്ടായിട്ട്, അതായത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുക, അവർ തമ്മിൽ നല്ല യോജിപ്പുണ്ടായാൽ മാത്രമാണ് കുട്ടികൾക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അവരുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ സന്തോഷങ്ങളോ എന്തും ആയിക്കോട്ടെ തുറന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? ഒരു റാപ്പോർട്ടായിരിക്കണം. അപ്പം ടീച്ചറിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കണം? ഒരു റാപ്പോർട്ട് നേച്ചർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. മോട്ടിവേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഓഫ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലെവിൻസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ലെവിൻസിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? കർട്ട് ലവിൻ, ഓപ്ഷൻസ് എ, developed a theory which stimulated a great deal of research. B, felt that real world problems were the only ones worth studying. C, published a large number of studies in social psychology. D, was a notoriously bad trainer of a graduate students. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? Answer B, felt that real world problems were the only ones worth studying. 18th one, Dash considered mind as a bundle of independent faculties such as memory, imagination and reasoning. Options A, behaviorism. B, psychoanalysis. C, faculty psychology. D, cognitive psychology. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് സൈക്കോളജി ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. അപ്പോൾ ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ, ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്തി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് നോട്ടും അതിനകത്ത് തരുന്നില്ല, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ വരുന്നതാണ് ഏതൊക്കെ? സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ്, ഗെസ്സ സൈക്കോളജി ആൻഡ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ വരുന്നതാണ്. ആദ്യം തന്നെ സ്ട്രക്ചറലിസം എന്താണെന്ന് നോക്കാം. സ്ട്രക്ചറലിസത്തിൻ്റെ ഒറിജിൻ ജർമ്മനിയാണ്. ഇതിൻ്റെ ഫാദർ എന്ന് പറയുന്നത്, അതായത് സ്ട്രക്ചറലിസത്തിൻ്റെ ഫാദർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൽഹലം വൂണ്ടാണ്. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. ഹൂ ഈസ് ദ ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വിൽഹലം വൂണ്ട്. അപ്പോൾ എന്താണ് സ്ട്രക്ചറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് എംഫസൈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് മൈൻഡ് ത്രൂ അനാലിസിസ് ഓഫ് വേരിയസ് കമ്പോണൻസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇറ്റ്. They study the brain and its function by breaking it down into its most basic components. They try to understand the structure of human mind by analyzing mental experiences. Introspection is the basic technique adopted for this. Thoughts, feelings, agony, joy, etc. are the basic mental experiences. They believe that consciousness is the sum total of these mental experiences. അതായത് മാനസിക പരീക്ഷണങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ, അതായത് മനുഷ്യ മനസ്സിൻ്റെ ഘടന മനസ്സിലാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ കുറിച്ചിട്ട്, നമ്മുടെ മാനസികമായിട്ടുള്ള മെൻ്റൽ തോട്ടിനെ കുറിച്ചിട്ട് പഠിക്കുക, അതിനെ അനലൈസ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഒന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറലിസം അഥവാ ഘടനാപരമായ വാദം, ഇത് ശാസ്ത്രത്തിലെ ഏറ്റവും പഴയ ഒരു ചിന്താഗതിയാണ്. ഇനി ഇതിൽ പറയുന്നത് എന്താണ്? മനുഷ്യ മനസ്സിൻ്റെ വിവിധ ഘടകങ്ങളെയും അതിൻ്റെ ഘടനയെയും വിശകലനം ചെയ്ത് പഠിക്കുക എന്നതാണ് ഈ സ്ട്രക്ചറലിസത്തിൽ പറയുന്നത്. ഇനി അടുത്ത പോയിൻ്റ് എന്താണ്? തലച്ചോറിനെയും അതിൻ്റെ പ്രവർത്തനത്തെയും അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് വിഭജിച്ചിട്ടാണ് ഈ ഒരു ശാസ്ത്രത്തിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിൻ്റെ ഘടന മനസ്സിലാക്കാനായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു അടിസ്ഥാന സാങ്കേതിക വിദ്യയാണ് ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ ആത്മപരിശോധന എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ടെക്നിക്ക്. അപ്പോൾ എന്താണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് മൈൻഡ് ബൈ അനലൈസിങ് ഇറ്റ് സ്ട്രക്ചർ. ഇതാണ് ഇൻട്രോസ്പെക്ഷൻ. അതായത് നമ്മുടെ തോട്ട്സും ഫീലിങ്സും ആഗ്നി ഇതെല്ലാം അനലൈസ് ചെയ്ത് പഠിക്കുക എന്നതാണ് എന്തിൽ വരുന്നത്? ഇൻട്രോസ്പെക്ഷനിൽ വരുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? അതായത് സ്ട്രക്ചറലിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വിൽഹെലം വൂണ്ടാണ്. അതുപോലെ തന്നെ സ്ട്രക്ചറലിസത്തിന് ഒരു എക്സാമ്പിളാണ് ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് മൈൻഡ് ബൈ അനലൈസിങ് ഇറ്റ്സ് സ്ട്രക്ചർ. ഇനി അടുത്തതാണ് ഫങ്ഷണലിസം. ദിസ് schools of psychology attempts to examine the mental process and how these process relate to human behavior. It emphasized on mental process, also examine what an individual does and why he does so. ഇതിൽ പറയുന്നത്, അതായത് നമ്മൾ നേരത്തെ സ്ട്രക്ചറലിസത്തിൽ എന്താണ് പറഞ്ഞത്? ആ മൈൻഡിൻ്റെ സ്റ്റഡിയാണ് അല്ലെങ്കിൽ സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഫങ്ഷണലിസത്തിലേക്ക് വരുമ്പോൾ മാനസിക പ്രക്രിയ എങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ്. ആ കാര്യമാണ് എന്തിൽ പറയുന്നത്? ഫങ്ഷണലിസത്തിൽ പറയുന്നത്. അതായത് മാനസിക പ്രക്രിയയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം അയാൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുവെന്നും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്, അങ്ങനെ ഒരു കാര്യമാണ് അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് പരിശോധിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫങ്ഷണലിസം എന്ന് പറയുന്നത്. അതായത് മനസ്സിൻ്റെ പെരുമാറ്റത്തെയും പ്രവർത്തനത്തിലുമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനി അടുത്തതാണ് ബിഹേവിയറിസം. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തായിരിക്കാം? ബിഹേവിയറിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ബിഹേവിയറിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? JB വാട്സൺ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പെട്ടെന്ന് പറഞ്ഞോളണം. എന്ത്? ബിഹേവിയറിസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? JB വാട്സൺ. ഇതിൽ പറയുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ട് ഈസ് ദ ബേസിസ് ഫോർ എവറി ഹ്യൂമൻ ബിഹേവിയർ. ലേണിംഗ് ഹാപ്പൻസ് ത്രൂ കണ്ടീഷനിങ്. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും അതുപോലെ തന്നെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ബിഹേവിയറിസത്തിൽ വരുന്നത്. അപ്പം ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കൂട്ടുകാർ ഈ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക. ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങുമാണ് വരുന്നത്. ഇവിടെ എന്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക? സ്റ്റിമുലസ് റെസ്പോൺസിനും അതുപോലെ തന്നെ പണിഷ്മെൻ്റ് ആൻഡ് റിവാർഡ്സിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. ഇനി അടുത്തതാണ് സൈക്കോ അനാലിസിസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ സൈക്കോ അനാലിസിസിനെ കുറിച്ചിട്ടും ഇതിനു മുമ്പ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. സൈക്കോ അനാലിസിസിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഏതൊക്കെയാണ്? കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞു, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞു, അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതായത് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഇതിൻ്റെ ഫങ്ഷൻ എന്താ ഒക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി ആ ടോപ്പിക്ക് ഞാനിവിടെ ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. കൂട്ടുകാരൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാകും. ഇനി അടുത്തതാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി. ഗസ്റ്റാൾട്ട് സൈക്കോളജിനെ കുറിച്ചിട്ടാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടർ ആരാണ്? മാക്സ് വെർത്തിമേറാണ്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മാക്സ് വെർത്തിമേറാണ്. ഗസ്റ്റാൾട്ട്സ് എന്നത് ഒരു ജർമ്മൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഷേപ്പ്, സൈസ്, കൺസെപ്റ്റ് ആൻഡ് പെർസെപ്ഷൻ. Okay, Gestalt psychology had its emphasis on relationship between part and whole, the organization of object and its perception through similarity, proximity, continuity and closure. ഈ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ 3 ലീഡറും കൂടി ഉണ്ട് കേട്ടോ. അതായത് 3 സൈക്കോളജിസ്റ്റും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ആരൊക്കെയാണ്? കട്ട് ലെവിനും കോഫ്കയും
കോഹ്ലറും. ഇവർ മൂന്ന് പേരും കൂടി ഈ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി ദിസ് സ്കൂൾസ് എംഫസൈസ് ദാറ്റ് ദ ലേണർ ഓർഗനൈസേഴ്സ് ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ പ്രോബ്ലം സിറ്റുവേഷൻ ആസ് ഹോൾ അക്കോർഡിംഗ് ടു ഹിസ് പെർസെപ്ഷൻ ടുവേർഡ്സ് ദ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലം നമ്മളുടെ കണ്ണിൽ, അതായത് നമ്മൾ ആ പ്രോബ്ലത്തിനെ മൊത്തത്തിലായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനൊരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുമ്പം നമ്മൾ ഹോൾ എന്നൊരു വാക്ക് ഓർത്തിരിക്കുക കേട്ടോ. എക്സാമിന് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? ഹോളായിട്ടായിരിക്കും, മൊത്തത്തിലായിരിക്കും ആ പ്രോബ്ലത്തിനെ കാണുന്നത്. ഓക്കെ, വൺ ഷുഡ് പെർസീവ് എ തിങ് ഫ്രം ഹോൾ ടു പാർട്സ്, നോട്ട് ഫ്രം പാർട്സ് ടു ഹോൾ. മനസ്സിലായില്ല അവിടെ എന്താണ് പറഞ്ഞത്? ഹോൾ ടു പാർട്സിലേക്കാണ് വരുന്നത്. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഓർ ലേണിംഗ് ബൈ ഇൻസൈറ്റ്, വിച്ച് മീൻസ് എ കൈൻഡ്സ് ഓഫ് ലേണിംഗ് ബൈ ഒബ്സർവിംഗ് ആൻഡ് പെർസീവിംഗ് എ ഹോൾ സിറ്റുവേഷൻസ്. Thus, one may realize the relationship in a given problem situation. This is absolutely and completely a cognitive process. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അതായത് അർത്ഥവത്തായ ധാരണകൾ നേടുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള കഴിവിനു പിന്നിലെ നിയമങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്നത്. Gestalt psychology is a school of psychology based on human perception. ഹ്യൂമൻ പെർസെപ്ഷൻ ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആര്? ഗസ്റ്റാൾട്ട് സൈക്കോളജി പ്രാധാന്യം കൊടുക്കുന്നത് ഹ്യൂമൻ പെർസെപ്ഷനാണ്. അതുപോലെ തന്നെ ദ മെയിൻ ഏരിയ ഓഫ് സ്റ്റഡി ബൈ ഗസ്റ്റാൾട്ട് സൈക്കാട്രിക്സ് ആർ പെർസെപ്ഷൻ ആൻഡ് ലേണിംഗ്. ഇനി ഈ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്ന ലോസ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ലോ ഓഫ് കോമൺ റീജിയൻ ആൻഡ് സിക്സ്ത് വൺ ഈസ് ലോ ഓഫ് മൾട്ടി സ്റ്റെബിലിറ്റി ഓർ ഫിഗർ ഗ്രൗണ്ട് എഫക്റ്റ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ലോ ഓഫ് സിമിലാരിറ്റി. A analogy or similarity helps an individual to organize structurally the various elements by stimulation. Human beings tend to have a perceptual structure to see things of similar kind into a group. ലോ ഓഫ് സിമിലാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സമാനതയുടെ നിയമം. അതായത് ഒരു സാമ്യം അല്ലെങ്കിൽ സമാനത ഉത്തേജനത്തിലൂടെ വിവിധ എലമെൻറ്റുകളെ ഘടനാപരമായി കണക്കാക്കാനോ അല്ലെങ്കിൽ സഹായിക്കുന്നു. സമാനമായ ഗ്രൂപ്പുകളെ ഒരു ഗ്രൂപ്പിലേക്ക് ആയിട്ട് കാണാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? മനുഷ്യന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കേ, താഴെ ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഈ ഒരു ഫിഗറിൽ ഇപ്പം ഇതിനകത്ത് 8 വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്, അതുപോലെ 7 ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്. അപ്പോൾ 8 വെർട്ടിക്കൽ ലൈൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇരിക്കുക? ഒരു ബ്ലാക്ക് ഡോട്ട്, ഒരു വൈറ്റ് ഡോട്ട്, അങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ 7 ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? കുറേ ബ്ലാക്ക് ഡോട്ടുകൾസിൻ്റെ ഒരു ലൈനും പിന്നെ വൈറ്റ് ഡോട്ടിൻ്റെ ഒരു ലൈനും, അങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കാം. അപ്പോൾ അത് തമ്മിലുള്ള സിമിലാരിറ്റി കണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഹ്യൂമൻ ബീയിങ്, അതായത് നമ്മൾ എങ്ങനെയായിരിക്കും കാണുക? ആദ്യം കാണുന്നത് ഏതായിരിക്കും? ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് ബ്ലാക്ക് സർക്കിൾ ആൻഡ് വൈറ്റ് സർക്കിൾ ആയിരിക്കും കാണാം. വെർട്ടിക്കൽ ലൈൻ ആയിരിക്കില്ല നമ്മൾ കാണുന്നത്. അപ്പം ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് സിമിലാരിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി. Things or objects which are placed nearby can be seen a group. If 100 people are scattered here and there, we cannot say it as a group of peoples. But if they stand one closer to each other, we can call it a group because they are closer together. അപ്പോൾ എന്താണ് ലോ ഓഫ് പ്രോക്സിമിറ്റി അല്ലെങ്കിൽ സാമീപ്യ നിയമം?
സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് പ്രോക്സിമിറ്റി അല്ലെങ്കിൽ സാമീപ്യ നിയമമെന്ന് പറയുന്നത്. ഇവിടെ 100 ആൾക്കാർ ചിതറിക്കിടക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ ചിതറിക്കിടന്നു കഴിഞ്ഞാൽ നമുക്കതിനൊരു ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവർ ഓരോരുത്തരും അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ വരി വരിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പം അങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ, ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചിത്രത്തിൽ കുറേ സ്റ്റാറുകൾ ഇങ്ങനെ അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. അടുത്ത ചിത്രത്തിൽ കുറച്ച് സ്റ്റാറുകൾ അടുപ്പിച്ച് പിന്നെ കുറച്ച് സ്റ്റാറുകൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റാറിൻ്റെ കൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് പറയാം? അവിടെ ലോ ഓഫ് പ്രോക്സിമിറ്റി ഉണ്ടെന്ന് പറയാം. എന്തുകൊണ്ടാണ്? അത് എല്ലാം തന്നെ, ആ സ്റ്റാറുകളെല്ലാം തന്നെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫിഗറിൽ നോക്കിക്കേ, ഇവിടെയും പ്രോക്സിമിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം? പ്രോക്സിമിറ്റി ഉണ്ട്. എവിടെയാണ് പ്രോക്സിമിറ്റി ഉള്ളത്? ആദ്യത്തെ നക്ഷത്രക്കൂട്ടം, അതായത് ആദ്യത്തെ 6 എണ്ണം ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നതിനെ നമുക്ക് പ്രോക്സിമിറ്റി ഉണ്ടെന്ന് പറയാം. തൊട്ടടുത്തുള്ള നോക്കിക്കേ, സ്റ്റാറുകൾ നോക്കിക്കേ, അവർ തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അവർക്ക് പ്രോക്സിമിറ്റി കുറവായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായോ എന്താണ് പ്രോക്സിമിറ്റി എന്ന്? പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലോ ഓഫ് ക്ലോഷർ. അതായത് നോക്കിക്കേ, ഈ ചിത്രത്തിൽ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമ്മളത് റെക്റ്റാങ്കിളാണ്, അതുപോലെ തന്നെ സർക്കിളാണ്, ട്രയാങ്കിൾ എന്ന് നമ്മൾ ഒറ്റയടിക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ പറയും. പക്ഷെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആ പിക്ചറെല്ലാം തന്നെ ആ പിക്ചർ വരച്ചിരിക്കുന്നതിൽ ഗ്യാപ്പ് ഇട്ടേണ കണ്ടോ? അപ്പോൾ ആ പിക്ചർ അപൂർണമാണ് ഇല്ലേ? പക്ഷെ നമ്മൾ നോക്കി കാണുമ്പോൾ അതിനെ മൊത്തത്തിലാണ്, ഹോളായിട്ടാണ് കാണുക. പിന്നീടാണ് അത് പാർട്സായിട്ട് ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത് ലോ ഓഫ് ക്ലോഷർ. ഹ്യൂമൻ ബീയിങ് വിൽ ഹാവ് എ പെർസെപ്ച്വൽ ടെൻഡൻസി ടു വ്യൂ things or object as a whole, even though incomplete or unfinished. The gaps are filled in by the perceiver. Preferring complete shape, we automatically fill in gap between the elements to perceive a complete image. So we see the whole first and parts later. ഒന്നുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ, അപൂർണമായതോ അല്ലെങ്കിൽ പൂർത്തിയാകാത്തതോ ആയ വസ്തുക്കളെ അല്ലെങ്കിൽ ചിത്രങ്ങളോ നമ്മൾ എങ്ങനെ കാണും? മൊത്തത്തിൽ കാണാനായിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ശ്രമിക്കുന്നതിനെയാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. അടുത്തതാണ് 4ാമത്തെ ലോ ഓഫ് കണ്ടിന്യൂറ്റി. The law of continuity holds that points that are connected by straight or curving lines are seen in a way that follows the smoothest path. Rather than seeing separate lines and angles, lines are seen as belonging together. അതായത് ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നതിന് എല്ലാത്തിനെയും ഒരു ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കേ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കുറേ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ലൈൻ എടുക്കുക. ഇപ്പോൾ ഈ ഒരു ലൈനാണ് എടുക്കുന്നതെങ്കിൽ ഈ ലൈനിൽ കൂടെ കുറേ കുത്തുകൾ പോയിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൈനിൽ കൂടെ പോകുന്ന എല്ലാ കുത്തുകളെയും കൂടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നു. അതിനെയാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാഹചര്യത്തിൻ്റെ ഘടകങ്ങൾ പ്രത്യേക രൂപങ്ങളേക്കാൾ ഒരു കണ്ടിന്യൂസ് രൂപങ്ങളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അടുത്തതാണ് ലോ ഓഫ് കോമൺ റീജിയൻ. The principle of common region is highly related to proximity. It states that when objects are located within the same closed region, we perceive them as being grouped together. ഇവിടെ ലോ ഓഫ് കോമൺ റീജിയൻ എന്ന് പറയുന്നത് ലോ ഓഫ് പ്രോക്സിമിറ്റി ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലോ ഓഫ് കോമൺ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരേ അടച്ച പ്രദേശത്തിന് അകത്തുള്ള വസ്തുക്കൾ സ്ഥിതി ചെയ്യുമ്പോൾ അവയെല്ലാം തന്നെ ഒരു ഗ്രൂപ്പായിട്ടാണ് മനസ്സിലാക്കുന്നത്. കണ്ടോ, ഈ ഫിഗറിൽ നോക്കിയൊക്കെ, ഈ ഫിഗറിൻ്റെ അകത്ത് വേറൊരു ചെറിയൊരു ഷെയ്ഡ് ചെയ്തൊരു ഒരു ഭാഗം കൂടിയുണ്ട്. പക്ഷേ ഈ ലോ ഓഫ് കോമൺ റീജിയനിൽ പറയുന്നത് ഈ മൊത്തം ഒരു ബോക്സ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിന് അകത്തുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് മനസ്സിലാക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് കോമൺ റീജിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ലോ ഓഫ് മൾട്ടി സ്റ്റെബിലിറ്റി ഫിഗർ ഗ്രൗണ്ട് എഫക്റ്റ്. ഹ്യൂമൻ ബീയിങ് ഈസ് ഹാവിങ് എ ടെൻഡൻസി ടു ലുക്ക് the projected or convex items and ignore the concave item. There is a perceptual tendency of human being to see the objects that are projected. The unfilled space in the background is ignored by the viewer. അപ്പോൾ ഈ ലോയിൽ എന്തായിരിക്കും പറയുക, അതായത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന വസ്തുക്കളെ പെട്ടെന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിക്കേ, ഈ പിക്ചറിൽ 2 മുഖങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തായിരിക്കും ശ്രദ്ധിക്കുക, ഈ 2 മുഖങ്ങൾ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. അതിൻ്റെ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ കാണുന്ന പോലുമില്ല. ആദ്യം തന്നെ നമ്മൾ ഈ മുഖം മാത്രമാണ് കാണുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് മൾട്ടി സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിഗർ ഗ്രൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് സൈക്കോളജിയാണ്. അതിനകത്ത് ഗസ്റ്റാസ് സൈക്കോളജിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഗസ്റ്റാസ് സൈക്കോളജി കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയപ്പോൾ കുറച്ച് നീണ്ടുപോയി. അപ്പോൾ ഗസ്റ്റാസ് സൈക്കോളജിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയാം. ഗസ്റ്റാസ് സൈക്കോളജിയുടെ ഉപജ്ഞാതാവ് മാക്സ് വെർമത്തിയർ ആണ്. അതുപോലെ തന്നെ അതിനകത്ത് 6 ലോസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ലോസുകൾ? ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ലോ ഓഫ് കോമൺ റീജിയൻ, ലോ ഓഫ് മൾട്ടി സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിഗർ ഗ്രൗണ്ട് എഫക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വന്നത്? ഗസ്റ്റാസ് സൈക്കോളജിയിൽ വന്നത്. അതുപോലെ തന്നെ ഗസ്റ്റാസ് സൈക്കോളജി പഠിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കണം. ഹോൾ എന്നൊരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. WHOLE മൊത്തമായിട്ടെന്നുള്ളൊരു വാക്കാണ്. അതുപോലെ തന്നെ ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങും ഇതിലായിട്ടാണ് വരുന്നത്. അത് ഗസ്റ്റാസ് സൈക്കോളജിയിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, 3 സൈക്കോളജിസ്റ്റും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. കർട്ട്, ലെവിൻ, കോഫ്ക ആൻഡ് കോഹ്ലർ. ഈ 3 പേരെയും കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. Humanistic psychology teaches that understanding psychology must involve looking at individuals and their motivations. According to this, the main motivational roots to an individual is the tendency for development and self-actualization. This approach gives more emphasis on human needs and more subjective experiences. Abraham Maslow is the founder of this school. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ പറയുന്നത് വ്യക്തികളെയും അവരുടെ പ്രചോദനങ്ങളെയും നോക്കിക്കാണണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂൾ, അതായത് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ ഉപജ്ഞാതാവ് ആരാണ്? അബ്രഹാം മാസ്ലോ ആണ്. അപ്പോൾ അബ്രഹാം മാസ്ലോനെ കുറിച്ച് പഠിക്കുമ്പം അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ തിയറി, അതായത് മോട്ടിവേഷണൽ നീഡ്സ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ് അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കിക്കൽ നീഡ്സ്. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് അതും കൂടി ഒന്ന് പഠിക്കാം. അബ്രഹാം മാസ്ലോയുടെ നീഡ്സ് ഏതൊക്കെയാണ്? നീഡ്സ് ഫിസിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത്രയാണ് എന്തിലുള്ളത്? അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ ഉള്ളത്. 5 നീഡ്സാണ് ഉള്ളത്. അപ്പോൾ നീഡ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഒരാളെയും കൂടി ഇതിനകത്തൊന്ന് പരിചയപ്പെട്ടിരിക്കണം. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൾ റോജറാണ്. അപ്പോൾ ഈ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിലെ കുറച്ച് സംഭാവന അദ്ദേഹത്തിൻ്റെ, കാൾ റോജറും കൂടി കുറച്ച് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് സെൽഫ് തിയറി. According to him, personality is the product of interaction between the organism and the self.
ഇതാണ് അദ്ദേഹത്തിൻ്റെ സെൽഫ് തിയറി. ഇനി നമുക്ക് അബ്രഹാം മാസ്ലോൻ്റെ ഹൈറാർക്കിക്കൽ നീഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അബ്രഹാം മാസ്ലോ ഹാസ് ഡെവലപ്ഡ് എ ഹൈറാർക്കിക്കൽ ഓർഡർ ഓഫ് നീഡ്സ് ഫ്രം ഫിസിയോളജിക്കൽ ടു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അക്കോർഡിംഗ് ടു ഹിം, ഹ്യൂമൻ നീഡ്സ് ഫോം എ ഹൈറാർക്കി വെയർ ദ ലോവർ നീഡ്സ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ബിഫോർ ഹയർ നീഡ്സ് ആർ ഫെൽറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് ആദ്യം ഏറ്റവും താഴത്തെ ലെവലിലുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സ്. അതിനെ മലയാളത്തിൽ എങ്ങനെ പറയും? ശാരീരിക ആവശ്യങ്ങൾ എന്ന് പറയും. ഓരോരോ സ്റ്റെപ്പുകൾ, അതായത് ഓരോരോ ആവശ്യങ്ങൾ നേടിയെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജായ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. അപ്പോൾ നമുക്ക് ഒന്നേന്ന് താഴേന്ന് മുതൽ പഠിക്കാം. ഫസ്റ്റ് വണ്ണാണ് ഫിസിക്കൽ നീഡ്സ് ഓർ ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ശാരീരിക ആവശ്യങ്ങൾ. They form the basic foundation of Maslow's theory. They are usually in the form of hunger, thirst, and sex, but there can be as many needs as one wishes to fashion. The psychological needs are the most powerful of all needs. If they remain unsatisfied, the organism is dominated by them, and all other needs go in the background. When they are satisfied, higher needs emerge and they predominate. അതായത് എന്താണ്? അബ്രഹാം മാസ്ലോൻ്റെ നീഡ്സിൽ ഫസ്റ്റ് നീഡാണ് സൈക്കോളജിക്കൽ നീഡ്സ്. അപ്പോൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നീഡ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈ ഫിസിയോളജിക്കൽ നീഡ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള നീഡ്സ്. അപ്പോൾ ഇതിനകത്താണ് എന്ത് പറയുന്നത്? ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ്, ഈ കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഫിസിയോളജിക്കൽ നീഡ്സിലാണ്. അതായത് ഈ വിശപ്പ്, ദാഹം, സെക്സ് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അടുത്ത ലെവലിലേക്ക് പോവുള്ളൂ. അപ്പോൾ അടുത്ത ലെവൽ ഏതാണ്? ദ സേഫ്റ്റി നീഡ്സ്. ദീസ് ആർ ബേസിക്കലി റിലേറ്റഡ് ടു ദ സെക്യൂരിറ്റി ഓഫ് a person. They are most readily observable in the child because of his relative helplessness and dependence on adult. Parental quarrels and threats of separation and particularly harmful to the child's sense of security and well-being. At adult level, the individual seeks safety by establishing bank account, building a home, and finding a job with an assurance. ഈ സേഫ്റ്റി നീഡ്സിൽ എന്താണ് പറയുന്നത്? അതായത് ഒരു വ്യക്തിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സേഫ്റ്റി നീഡ്സ്. അപ്പോൾ സേഫ്റ്റി എന്ന ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്? സുരക്ഷയാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുത്താൽ നോക്കിക്കേ. കുട്ടികൾ എപ്പോഴും ആരെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? മുതിർന്നവരെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ രക്ഷാകർത്താക്കൾ വഴക്കിടലും അതുപോലെ തന്നെ വേർപിരിയലൊക്കെ ആണെങ്കിൽ അവിടെ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? കുട്ടികൾക്ക് അവിടെ സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുക. അതാണ് കുട്ടികളുടെ കാര്യത്തിൽ. പക്ഷേ മുതിർന്നവരുടെ കാര്യത്തിൽ എന്തായിരിക്കും ആ സേഫ്റ്റി നീഡ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരുടെ ബാങ്ക് അക്കൗണ്ട്, അതായത് അക്കൗണ്ടിൽ പൈസ ഉണ്ടോ, ഒരു വീട് പണിയണം, ഒരു ജോലി കണ്ടെത്തണം, ഇതൊക്കെ ആയിരിക്കും. ഇതിലൂടെ സുരക്ഷ നേടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? അഡൽട്ട് അല്ലെങ്കിൽ മുതിർന്നവരുടെ സേഫ്റ്റി നീഡ്സിൽ വരുന്നത്. ഇനി അടുത്ത നീഡ്സാണ് നീഡ്സ് ഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് എന്ന് പറയുമ്പോൾ ഏതാണ്? സ്നേഹസംബന്ധമായ ആവശ്യങ്ങൾ. അതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്സിൽ വരുന്നത്. When the individual seeks friends, longs for affectionate relationships and wishes to find a place in some group, these needs are said to be manifested. ഈ നീഡ്സിൽ എന്താണ് പറയുക? അതായത് വ്യക്തികൾ സുഹൃത്തുക്കളെ തേടിയിട്ടായിരിക്കും, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അന്വേഷിക്കുക, സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ ആയിരിക്കും ഏത് നീഡ്സിൽ ആഗ്രഹിക്കുക? ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്സിൽ വരിക. ഇത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അടുത്ത നീഡ്സായ എസ്റ്റീം നീഡ്സിലേക്ക് പോവുക. എസ്റ്റീം നീഡ്സ് എന്താണ്? ആദര സംബന്ധമായ ആവശ്യം. അപ്പോൾ ആദര സംബന്ധമായ ആവശ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ദീസ് ആർ റെപ്രസെൻറ്റഡ് ഇൻ നീഡ്സ്
for real self-respect and also a need for the esteem or recognition of others. These are two types of esteem needs: the desire for strength, achievement, confidence; the desire for reputation, prestige, importance, attention, and appreciation. Lack of satisfaction of these needs result in discouragement, feelings of inferiority and inadequacy. അപ്പം ഈ എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആദര സംബന്ധമായ ആവശ്യങ്ങളാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് 2 കാറ്റഗറി ഉണ്ട്. ഏതൊക്കെയാണ്? ഡിസയർ ഫോർ സ്ട്രെങ്ത്ത്, ഡിസയർ ഫോർ സ്ട്രെങ്ത്തും ഡിസയർ ഫോർ റെപ്യൂട്ടേഷൻ. ഡിസയർ ഫോർ സ്ട്രെങ്ത്തിൽ വന്നതാണ് അച്ചീവ്മെൻറ്റും കോൺഫിഡൻസും. അതുപോലെ തന്നെ ഡിസയർ ഫോർ റെപ്യൂട്ടേഷനിൽ വരുന്നതാണ് പ്രസ്റ്റീജ്, ഇമ്പോർട്ടൻസ്, അറ്റൻഷൻ ആൻഡ് അപ്രിസിയേഷൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജീവിതത്തിൽ നിരാശയായിരിക്കും അനുഭവപ്പെടുക. ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റീം നീഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മലയാളം വാക്ക് ഏതാണ്? ആദരമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ എന്താണ് ചിന്തിക്കേണ്ടത്? മറ്റുള്ളവർ നമ്മളെ ആദരിക്കണം അല്ലെങ്കിൽ ബഹുമാനിക്കണം. ആ ഒരു ആവശ്യകതയാണ് ഏത് നീഡ്സിൽ വരുന്നത്? എസ്റ്റീം നീഡ്സിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ആവശ്യം, അതായത് പ്രശസ്തി, അന്തസ്സ്, അതുപോലെ തന്നെ ആത്മവിശ്വാസം, ബഹുമാനം കിട്ടായ്ക, ഇതെല്ലാം തന്നെ കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അപകർഷത വരും. അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അപ്പോൾ ഈ ഒരു എസ്റ്റീം നീഡ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അടുത്ത നീഡായ ഏത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത നീഡ് എന്താണെന്ന് നോക്കാം. 5ാമത്തെ നീഡാണ് നീഡ്സ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിത്വ ആവശ്യങ്ങളെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സെൽഫ് ആക്ച്വലൈസേഷൻ മീൻസ് ടു ഫുൾഫിൽ വൺസ് ഇൻഡിവിജ്വൽ നേച്ചർ ഇൻ ഓൾ ആസ്പെക്ട്സ്, ബീയിങ് വാട്ട് വൺ ക്യാൻ ബി. ദ പേഴ്സൺ ഹൂ ഈസ് ടാലൻറ്റഡ് ഇൻ മ്യൂസിക് എക്സ്പീരിയൻസ് ടെൻഷൻ ഇഫ് ഹി ഡസ് നോട്ട് അറ്റൈൻ പെർഫെക്ഷൻ. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ മാസ്ലോൻ്റെ ഹയറാർക്കിയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ അഥവാ വ്യക്തിത്വ ആവശ്യങ്ങളും. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു വ്യക്തിയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്നുള്ളതാണ് എന്തിൽ വരുന്നത്? സെൽഫ് ആക്ച്വലൈസേഷനിലും വരുന്നത്. അതായത് പൂർണ്ണത കൈവരിക്കുക എന്നതാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷനിലും വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടാൻ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നന്നായിട്ട് പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ എന്ത് വരുന്നത്? അവിടെ ഒരു പൂർണ്ണത വരുന്നില്ല, അവിടെ പരിപൂർണതയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് അബ്രഹാം മാസ്ലോൻ്റെ ഹയറാർക്കി ഓഫ് നീഡ്സിൽ വരുന്നത്. ഇനി നമുക്ക് ആ പിരമിഡൽ സ്ട്രക്ചർ വെച്ചിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ മാസ്ലോ പറയുന്നത് എന്താണ്? ഒരു കുട്ടിയുടെ ഉള്ളിൽ മോട്ടിവേഷൻ ഉണ്ടാവണമെങ്കിൽ ഈ നീഡ്സ് എല്ലാം തന്നെ എന്താവണം? ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് ഒരു കുട്ടിയിൽ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ ആ പിരമിഡ് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നോക്കിക്കേ, അബ്രഹാം മാസ്ലോയുടെ ആവശ്യകതകളുടെ ശ്രേണി. അപ്പോൾ ഏറ്റവും താഴത്തെയാണ് നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ നീഡ്സ് അഥവാ ഭൗതികം. അപ്പോൾ അതിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്നൊക്കെ? ശ്വസനം, ആഹാരം, ജലം, ലൈംഗികത, നിദ്ര, വിസർജനം. ഇനി അടുത്തതാണ് സുരക്ഷിതത്വം അഥവാ സേഫ്റ്റി നീഡ്സ്. അതിൽ വരുന്നതാണ് ശരീരം, ഉദ്യോഗം, വിഭവങ്ങൾ, ചാരിത്രം, കുടുംബം, ആരോഗ്യം എന്നിവയുടെ സുരക്ഷിതത്വം. ഇനി അടുത്തതാണ് സ്നേഹബന്ധങ്ങൾ. സ്നേഹബന്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. അതിൽ വരുന്നതാണ് സൗഹൃദം, കുടുംബം, ലൈംഗിക ബന്ധം. അടുത്തതാണ് ആദരം. ആദരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റീം നീഡ്സ്. അതിനകത്ത് വരുന്നത് ആദരവ്, ബഹുമാനം, ആത്മവിശ്വാസം, വിജയം. ദ ലാസ്റ്റ് വണ്ണാണ് ദ നീഡ്സ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ വ്യക്തിത്വം. അതിനകത്ത് വരുന്നത് ധാർമ്മികത, സർഗശക്തി, ഐച്ഛികത, പ്രശ്നപരിഹാരം, എടുത്തുചാട്ടമില്ലായ്മ,
വിവേകം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെൽഫ് ആക്ച്വലൈസേഷനിലും വരുന്നത്. കൂട്ടുകാർക്ക് കുറച്ചെങ്കിലും ഈ അബ്രഹാം മാസ്ലോൻ്റെ ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ. അബ്രഹാം മാസ്ലോൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ അബ്രഹാം ഹാരോൾഡ് മാസ്ലോ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ ശ്രദ്ധിച്ച് പഠിക്കാം. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ ഫാദറാണ് അബ്രഹാം മാസ്ലോ. അബ്രഹാം മാസ്ലോൻ്റെ ഹയറാർക്കി ഓഫ് നീഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ നീഡ്സ് ഏതാണെന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഏറ്റവും ആദ്യത്തെ നീഡ് ഏതാണ്? അതാണ് ഏറ്റവും ഫസ്റ്റ്. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അബ്രഹാം മാസ്ലോൻ്റെ ഫസ്റ്റ് നീഡ് ഏതാണ്? ഹയറാർക്കി ഓഫ് നീഡ്സിലെ ഫസ്റ്റ് നീഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ശാരീരികമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സ്. ഏറ്റവും ലാസ്റ്റിലത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിത്വ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു ഓർഡർ ആയിട്ടൊന്ന് ഓർത്തിരിക്കാം കേട്ടോ. 5 നീഡുള്ളൂ. നല്ല എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ളതാണ് ഫാക്കൽറ്റി സൈക്കോളജി. ഫാക്കൽറ്റി സൈക്കോളജി ഈസ് ദ ഐഡിയ ദാറ്റ് ദ മൈൻഡ് ഈസ് സെപ്പറേറ്റഡ് ഇൻ ടു ഫാക്കൽറ്റീസ് ഓർ സെക്ഷൻസ് ആൻഡ് ദാറ്റ് ഈച്ച് ഓഫ് ദീസ് ഫാക്കൽറ്റീസ് ആർ അസൈൻഡ് ടു സർട്ടൈൻ മെൻ്റൽ ടാസ്ക്. അതായത് എന്താണ്? അതായത് മൈൻഡിനെ, അതായത് മെൻ്റൽ ടാസ്കിനെ പല സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്നു, ഫാക്കൽറ്റി ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം? ജഡ്ജ്മെൻറ്റ്, കമ്പാഷൻ, മെമ്മറി, അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാക്കൽറ്റി സൈക്കോളജിയിൽ വരുന്നത്. ഇനി അടുത്തതാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി. Cognitive psychology is the scientific study of mental process such as attention, language use, memory, perception, problem solving, creativity and thinking. ഇത്രയും കാര്യങ്ങളാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു ഇവിടം വരെ എത്തി. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ എല്ലാവരും തന്നെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് കൺസിഡേർഡ് മൈൻഡ് ആസ് എ ബണ്ടിൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫാക്കൽറ്റീസ് സച്ച് ആസ് മെമ്മറി, ഇമാജിനേഷൻ ആൻഡ് റീസണിങ്. ഓപ്ഷൻസ് ഒക്കെ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ബിഹേവിയറിസം, ബി സൈക്കോ അനാലിസിസ്, സി ഫാക്കൽറ്റി സൈക്കോളജി, ഡി കൊഗ്നിറ്റീവ് സൈക്കോളജി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ സി ഫാക്കൽറ്റി സൈക്കോളജി. 19th one, the book Contemporary Schools of Psychology written by Dash. Options A, Wilhelm Wundt, B, Wordsworth, C, Watson, D, Kohler. Answer B, Wordsworth. 20. The first formal psychology laboratory is situated in. Options A, Germany, B, Leipzig, C, Athens, D, America. Answer B, Leipzig. 21. Founder of modern experimental psychology. Options A, Wordsworth, B, Watson, C, Kohler, D, Wilhelm Wundt. Answer D, Wilhelm Wundt. Question number 22. Which of the following statement is not correct? Options A, computer is capable of processing only digital signal. B, computer is capable of analyzing both the quantitative and qualitative data. C, appropriate software is required for processing the data. D, computer is capable of processing digital as well as analog signals. Answer D, computer is capable of processing digital as well as analog signals. 23. Successful teaching reflects. Options A, teacher's satisfaction in the result of teaching. B, teacher's commitment and sincerity in teaching. C, motivate students for better learning. D, teacher's attitude towards excellency in teaching. Answer C, motivate students for better learning. 24. A student who knows a mathematical problem, identifies it well, he comes across with the corresponding life situations. This transfer of learning is known as. Options A, vertical transfer, B, horizontal transfer, C, lateral transfer, D, sequential transfer.
Answer C. Lateral transfer. Question number 25. Which of the following is not a psychomotor skill? Options A. Driving, B. Skating, C. Writing, D. Swimming. Answer C. Writing. Question number 26. The originator of psychoanalysis. Options A. Max Wertheimer, B. Kurt Lewin, C. Adolf Meyer, D. Sigmund Freud. Answer D. Sigmund Freud. Question number 27. What is a defense mechanism? Option A. Any form of martial arts. B. A mechanism designed to reduce stress and conflict caused by specific experiences. C. A method for negotiation, a stage development. D. A mechanism designed to remove psychological barriers. Answer B. A mechanism designed to reduce stress and conflict caused by specific experiences. ഡിഫൻസ് മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രതിരോധ തന്ത്രങ്ങൾ, അതിനകത്തുനിന്ന് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ സാധിക്കുമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് വളരെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. Question number 28. As per Bloom's theory of cognitive development, which of the following one is not among the 6 levels of development? Options A. Application, B. Analysis, C. Retention, D. Evaluation. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ടാക്സോണമി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ടാക്സോണമി കൊണ്ടുവന്നത് ആരാണ്? ബെഞ്ചമിൻ ബ്ലൂം ആണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് 3 ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗോൾസ് ഉണ്ട്. ഫസ്റ്റ് ഗോളാണ് നോളജ് ബേസ്ഡ് ഗോൾസ്. നോളജ് ബേസ്ഡ് ഗോൾസിൽ വരുന്നതാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. സെക്കൻഡ് വൺ അഫക്റ്റീവ് ഗോൾസ്, അതിനകത്ത് വരുന്നതാണ് അഫക്റ്റീവ് ഡൊമൈൻ. തേർഡ് ഗോളാണ് സ്കിൽ ബേസ്ഡ് ഗോൾസ്, അതാണ് സൈക്കോമോട്ടോ ഡൊമൈൻ. അങ്ങനെ 3 ഗോൾസ് ആണുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈനിലെ ലെവൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ 6 ലെവൽസ് ആണുള്ളത്. ഫസ്റ്റ് വൺ നോളജ്, സെക്കൻഡ് വൺ കോംപ്രിഹെൻഷൻ, തേർഡ് വൺ ആപ്ലിക്കേഷൻ, ഫോർത്ത് വൺ അനാലിസിസ്, ഫിഫ്ത്ത് വൺ സിന്തസിസ്, സിക്സ്ത് വൺ ഇവാലുവേഷൻ. ഇങ്ങനെ 6 ലെവൽസാണ് കൊഗ്നിറ്റീവ് ഡൊമൈനിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണം 3 ഡൊമൈൻ്റെ കാര്യം. ഏതൊക്കെയാണ്? കൊഗ്നിറ്റീവ് ഡൊമൈൻ, എഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോ ഡൊമൈൻ. ഇത് 3 എന്തിലാണ് വരുന്നത്? ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്ക് വേറൊരു ക്ലാസ് ഇതിന് വേണ്ടിയിട്ടൊന്ന് ചെയ്യാം. കാരണം ഇതെല്ലാം കൂടി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൂടി ബുദ്ധിമുട്ടാവും. കാരണം ഇപ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്തി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇനി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ആസ് പെർ ബ്ലൂംസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൺ ഈസ് നോട്ട് എമംഗ് ദ 6 ലെവൽസ് ഓഫ് ഡെവലപ്മെൻറ്റ്? നോട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആപ്ലിക്കേഷൻ, ബി അനാലിസിസ്, സി റിട്ടൻഷൻ, ഡി ഇവാലുവേഷൻ. ആൻസർ സി റിട്ടൻഷൻ. Question number 29. The work of e-content generation of undergraduate classes is assigned by the MHRD to options A. Influent, B. National Knowledge Commission, C. Consortium for Educational Communication, D. IGNOU. Answer C. Consortium for Educational Communication. Question number 30. Painful and disturbing thoughts are repressed into the dash part of the mind. Options A. Conscious, D. Unconscious, C. Preconscious, D. All of the above. Answer B. Unconscious.